യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. സഹനങ്ങളിൽ നിരാശപ്പെട്ട് ജീവിതത്തിൽ പരാജയം ഏറ്റുവാങ്ങുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ ദാരിദ്ര്യത്തിലും വേദനയിലും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം നേടിയ അനേകം സാക്ഷികളായ വ്യക്തികളെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. പരാജിതരുടെ ജീവിതം കണ്ട് ഭയക്കാനല്ല, സഹനങ്ങളിൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനാണ് നാം ശ്രമിക്കേണ്ടത്. കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കഷ്ടപ്പാടുകളുടെ മധ്യേ, സഹനങ്ങളുടെ മധ്യേ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഷെമ ഇസ്രായേലിലൂടെ നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ ഷെമ ഇസ്രായേലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മറിയാമ്മ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. കാര്യസ്ഥകളിൽ വന്ന് ധ്യാനം കൂടുകയും ശനിയാഴ്ച കൺവെൻഷനുകളിൽ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ മകൻ്റെ വിവാഹം ഫെബ്രുവരി മാസം 11-ാം തീയതി മംഗളമായി നടന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്നത്തെ ഷെമ ഇസ്രായേൽ എന്ന പ്രോഗ്രാമിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനം എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെയും ഭാരത്തിൻ്റെയും മനക്ലേശത്തിൻ്റെയും കാരണമായി നിൽക്കുന്ന അവസ്ഥകൾ എന്തുമായിക്കൊള്ളട്ടെ, ഇതിനൊക്കെ മാറ്റിക്കളയാനും ഇതിനെ കെടുത്തു മാറ്റാനും ഈ സാഹചര്യത്തിൻ്റെ മേൽ ആത്മാവിൻ്റെ ബലമെടുക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നൊരു കാര്യമാണ്: നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചുറ്റുപാടും ഒന്ന് നോക്കാം. അല്ലെ, നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ആദ്യം നോക്കുന്നത് തന്നെ ചുറ്റുപാടിലേക്കാണ്. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം അതിവൻ കാരണമോ, അവള് കാരണമോ, അപ്പം കാരണമോ, അമ്മ കാരണമോ, ചുറ്റുപാട് കാരണമോ, അച്ഛൻ ഞാൻ ഇങ്ങനെ ആയത്, ഞാൻ വീണു പോയത്, ഇതിനൊക്കെ കാരണം ചുറ്റുപാടാ എന്ന് പറയുന്നവരാ നമ്മൾ. സാഹചര്യങ്ങളാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചെന്ന് പറയുന്നവരാ. നമ്മുടെ വളർന്നു വന്ന സാഹചര്യങ്ങളാണ് അച്ഛോ എന്നെ ഇങ്ങനെ ആക്കിയതെന്ന് നമ്മൾ പറയുന്നതാ. ശരിയാ, ആയിക്കൊള്ളട്ടെ, അതിന് കാരണം അങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷെ വചനം പറയുന്നു നമ്മുടെ പാപവും നമ്മുടെ ഭാരവും നീക്കിക്കളയാനും നമ്മൾ ചുറ്റുപാടിലേക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞത് മാറ്റാൻ പറ്റുന്നത്? ചുറ്റുപാട് നോക്കി എന്നാ കാണുന്നത്? വചനം കൂട്ടിച്ചേർക്കുന്നൊരു കാര്യമുണ്ട്: നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട്. അപ്പോൾ പാപത്തിൽ കഴിയുന്ന ഒരു വ്യക്തി ചുറ്റുപാട് നോക്കുമ്പോൾ
നമ്മൾ നോക്കേണ്ടതും നമ്മൾ കാണേണ്ടതും നമുക്ക് ചുറ്റുമുള്ള ഇന്നലകളിൽ പാപത്തിൽ കഴിഞ്ഞിരുന്ന എന്നാൽ ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്ന സാക്ഷികളുടെ സമൂഹത്തിലേക്കാണ്. അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് നോക്കണ്ടേ. അല്ലാതെ നേരെ മറിച്ചാകരുത്. ഇന്നലകളിൽ ഉയർന്നു നിന്നു, അഭിഷേകത്തിൽ നിന്നു, വിശുദ്ധിയിൽ നിന്നു, പ്രാർത്ഥനയിൽ നിന്നു, എന്നിട്ട് ഇന്ന് തളർന്നു പോയവരും തകർന്നു പോയവരുണ്ട്. അങ്ങനെയുള്ള സാക്ഷികൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ പാപത്തിലായിരിക്കുന്നൊരു വ്യക്തി ചില അശുദ്ധിയിലും ചില മ്ലേച്ഛതകളിലും ചില വൈകൃതങ്ങളിലും ചില ദുശ്ശീലങ്ങളിലും ഒക്കെ കടന്നു പോകുന്ന വ്യക്തി നോക്കേണ്ടതും അവൻ്റെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ടതും എന്നാ? വചനം പറയുന്നു, നമുക്ക് ചുറ്റും അനേകം സാക്ഷികളുടെ സമൂഹമുണ്ട്. ഇന്നലകളിൽ പാപത്തിലായിരുന്നിട്ട് ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്ന സാക്ഷികളുടെ സമൂഹത്തിലെ നോക്കണ്ടേ. എനിക്കറിയാം ഗ്യാരിസ്മോനിൽ തന്നെ അനേകർ വന്ന് ധ്യാനം കൂടാനായിട്ട് കാരണമായത് തന്നെ എൻ്റെ അച്ചോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, അവനിങ്ങനെയാവുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയ കാര്യമല്ല, എന്നാലും അവളിങ്ങനെ മാറുമെന്ന് ഞാൻ സ്വപ്നം കണ്ടതല്ല അച്ചോ. ഞങ്ങളുടെയൊക്കെ ചില യുവജനങ്ങളുടെ മാറ്റം കണ്ടിട്ട് അനേക യുവജനങ്ങൾ ഗ്യാരിസ്മോനിൽ വന്ന് ധ്യാനം കൂടിയിട്ടുണ്ട്. എന്നിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്, അച്ചോ എന്നാൽ ഇവനിങ്ങനെയൊക്കെ മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല അച്ചോ. ഞങ്ങളൊക്കെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും ഒരുമിച്ച് പോയിട്ടുള്ളവരാ, എന്നിട്ട് ഇവനിങ്ങനെ ധ്യാനമൊക്കെ കൂടി ഇങ്ങനെയൊക്കെ മാറി ഇപ്പം പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ ജീവിതം നയിക്കുന്നു, കുറേ പേര് ധ്യാനത്തിന് പറഞ്ഞു വിടുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവനിങ്ങനെ മാറാമെങ്കിൽ പിന്നെ എനിക്ക് മാറിക്കൂടെ ഉണ്ടോ? അപ്പൊ ഇന്നലകളിൽ ചില പാപത്തിലായിരുന്നവര് ഇന്ന് ദൈവത്തെ അറിഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുന്ന അനേകം സാക്ഷ്യങ്ങൾ എനിക്ക് നിനക്കും ചുറ്റിലുമില്ലേ? അതിൽ തന്നെ ഒരു പ്രേരണ നമുക്ക് നൽകുന്നുണ്ട്. എന്നതാ? ഇപ്പോൾ കടന്നു പോകുന്ന പാപത്തിൽ തുടരേണ്ടവരല്ല നമ്മളെന്നും ഈ പാപത്തിൽ നിന്നും എനിക്കും നിങ്ങൾക്കും പുറത്തു വരാൻ പറ്റുമെന്നുള്ള ഒരു ആത്മീയ സന്ദേശം കൂടി വചനം ഇതിലൂടെ പറയുന്നുണ്ട്. അവന് പറ്റുമെങ്കിൽ അവൾക്ക് പറ്റുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ? ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ സീനിയറായിട്ടിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവന് ശരിക്കും കഷ്ടി SSLCക്ക് അന്ന് എനിക്ക് തോന്നുന്നു 210 മാർക്ക് മതി പാസ്സാകാനായിട്ട്. അത്രയും മാർക്ക് മേടിച്ച് കഷ്ടി പാസ്സായി സെമിനാരിൽ ചേർന്നവനാണ്. ആദ്യ നാളുകളിലൊക്കെ പരീക്ഷയ്ക്ക് എല്ലാത്തിനും 5-6 മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എന്താ, സെമിനാരിൽ +1 റെപ്പറ്റീഷൻ കൊടുത്തു. അങ്ങനെ ജയിപ്പിക്കാൻ പറ്റിയല്ലോ. പക്ഷെ സ്വഭാവം നല്ലതാണ്, സൽസ്വഭാവിയാണ്, നിഷ്കളങ്കനാണ്, സത്യസന്ധനാണ്, ആത്മീയതയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ദൈവഭയമുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞു വിട്ടില്ല. ഒരു വർഷം റെപ്പറ്റീഷൻ കൊടുത്തു. അവന് താല്പര്യമുള്ളതുകൊണ്ട് നിന്നോട്ടെന്ന് വിചാരിച്ചു. ആ റെപ്പറ്റീഷൻ കിട്ടിയ സമയത്ത് ഇവൻ എന്നാ ചെയ്തേ? ഇവൻ രാത്രിയും പകലും കഷ്ടപ്പെടാൻ തുടങ്ങി. രാവും രാത്രിയും ഒക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി. തലയ്ക്കകത്ത് അത് പഠിക്കാനുള്ള കാലിബറിനേക്കാൾ ഉപരിയായി കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് മുഴുവൻ അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്യും. അങ്ങനെ പരീക്ഷയ്ക്ക് പോയിരുന്ന് എഴുതാൻ തുടങ്ങി. +2 റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളെക്കാളും ഏറ്റവും കൂടുതൽ മാർക്കും മേടിച്ചിട്ടാണ് ഈ പയ്യൻ പുറത്ത് കിടക്കുന്നത്. ശ്രദ്ധിക്കണേ, ഒരു വർഷം റെപ്പറ്റീഷൻ കിട്ടിയവനാ, ഒരു വർഷം തോറ്റുപോയവനാ. ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവനാ. അവനാണ് റിസൾട്ട് വന്നപ്പോൾ +2 പരീക്ഷ കഴിഞ്ഞ് പോയപ്പോൾ, അന്ന് ഡിഗ്രി ആയിരുന്നു, +1 +2 ഒന്നുമില്ല, ഡിഗ്രിയാണ്. അതിൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇവനാണ് ഞങ്ങളുടെ തന്നെ ആ ബാച്ചിൽ ഫസ്റ്റ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ സീനിയർ, അവൻ്റെ ബാച്ചിലെ ഫസ്റ്റ്. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ അവിടെ പഠിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു പ്രൊഫസർ, ഒരു അച്ഛൻ പറയുമായിരുന്നു, എടാ അവനൊക്കെ പഠിച്ച് ഇത്ര മാർക്ക് മേടിക്കാൻ പറ്റുമെങ്കിലാണ് നിനക്ക് പറ്റാത്തത്. അവനൊക്കെ ഇങ്ങനെ വന്ന് തോറ്റുപോയിട്ട് റെപ്പറ്റീഷൻ കിട്ടിട്ട് അവസാനം ഫൈനൽ ഇയറിൽ അവൻ എല്ലാവരെക്കാളും കൂടുതൽ മാർക്ക് മേടിച്ച് SFS സെമിനാരിൽ നിന്ന് പാസ്സാകാമെങ്കിലാണോ നിനക്കൊക്കെ പാസ്സാകാൻ പറ്റാത്തത്? ഇഫ് ഹീ ക്യാൻ വൈ കാണ്ട് യു എന്നാ ചോദിച്ചുകൊണ്ടിരുന്നത്. അവന് പറ്റുമെങ്കിൽ നിനക്ക് എന്നാ പറ്റാത്തത്? അങ്ങനെ ചില ചോദ്യങ്ങൾ ചിലരുടെ ജീവിതം കണ്ടിട്ട്, ഇന്നലകളിൽ അങ്ങനെ അല്ലാതിരുന്ന ചില ജീവിതങ്ങൾ ആത്മാവിൽ പരിവർത്തനം സംഭവിച്ചത് കണ്ട് അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ഇവനിങ്ങനെ മാറാൻ പറ്റുമെങ്കിൽ എനിക്കെന്തുകൊണ്ട് പറ്റിക്കൂടാ എന്നുള്ളൊരു ചോദ്യം അതിലുണ്ട്. അതിൽ തന്നെ ഒരു ആത്മാവിൻ്റെ ഒരു പ്രേരണ സ്വർഗം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുണ്ടെന്നേ. നമ്മുടെ സഭയിലേക്ക് തന്നെ നോക്കിയാൽ മതിയല്ലോ, എത്രയോ വിശുദ്ധരുടെ സാക്ഷ്യ ജീവിതം നമ്മുടെ ചുറ്റുമുണ്ട്.
എത്രയോ രക്തസാക്ഷികളുടെ സാക്ഷ്യമുണ്ട്. ഇന്നും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് സഹനമെടുത്ത് നിശബ്ദ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയോ വിശ്വാസികളും സഭ മക്കളുമുണ്ട്. ഇതൊക്കെ സാക്ഷ്യമല്ലേ? ഇത്ര സാക്ഷ്യം നമുക്ക് പോരെ? ചുറ്റുപാടും അനേകം സാക്ഷികൾ നമുക്ക് ചുറ്റുമുള്ളതിനാൽ കർത്താവിൻ്റെ വചനം പറയുന്നു, നമ്മുടെ പാപവും നമ്മുടെ ഭാരവും ഒക്കെ നമുക്ക് നീക്കിക്കളയാം. അത് പറ്റൂന്നാ വചനം പറയുന്നത്. അപ്പോൾ ചുറ്റുപാടും പാപത്തിൽ കഴിയുന്നവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, സ്വർഗം നമ്മളോട് പറയുന്നത്, ചുറ്റുപാടും ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്ന സാക്ഷ്യ സമൂഹത്തിലേക്ക് നോക്കിയിട്ട് എനിക്കും നിനക്കിത് സാധ്യമാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. അതുപോലെ തന്നെ വിപരീത സാക്ഷ്യങ്ങളുമുണ്ട്. ചുറ്റുപാടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും വെറുതെ പത്രം എടുത്തൊന്ന് മറിച്ചു നോക്കിയാൽ മതി. എത്രമാത്രം അവിശുദ്ധമായ ബന്ധങ്ങളുടെ സാക്ഷ്യങ്ങൾ അതിനകത്തുണ്ട് അല്ലേ? എത്രമാത്രം മ്ലേച്ഛ പാപങ്ങളിൽ കിടക്കുന്ന സാക്ഷ്യങ്ങളുണ്ട്. എത്രയെത്രയോ കൊലപാതകത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്. എത്രയെത്രയോ വ്യഭിചാരത്തിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. എത്രയോ പീഡനങ്ങളുടെ സാക്ഷ്യങ്ങളുണ്ട്. എത്രയെത്രയോ കള്ളത്തരം കാണിച്ചതിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. എല്ലാം ഉണ്ട് അല്ലേ? ഒരൊറ്റ നിമിഷത്തിൻ്റെ ബോധമില്ലാത്ത പ്രവൃത്തി കൊണ്ട് തകർന്നുപോയ എത്ര കുടുംബങ്ങൾ, കുടുംബ ബന്ധങ്ങളുടെ സാക്ഷ്യങ്ങളുണ്ട്. ജീവിത പങ്കാളി കൂടെ കടന്നിട്ട് രാത്രിയിൽ ജീവിത പങ്കാളിയെ കൊലപ്പെടുത്തി കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ എത്രയോ സാക്ഷ്യങ്ങളുണ്ട്. ഒരൊറ്റ നിമിഷത്തിൻ്റെ സുബോധമില്ലാത്ത പ്രവൃത്തി കൊണ്ട് പരീക്ഷയ്ക്ക് 1-2 മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ വെളിച്ചത്തിൽ ആത്മഹത്യയിലേക്ക് പോലും കടന്നുപോയ എത്രയോ കുഞ്ഞുങ്ങളുടെ മക്കളുടെ സാക്ഷ്യങ്ങളുണ്ട്. ചെറിയ തെറ്റായ പ്രവണത കാരണം, ചില ഇഷ്ടങ്ങൾ കാരണം, ചില തെറ്റായ സ്നേഹബന്ധങ്ങളിൽ കുടുങ്ങിയിട്ട് ഇന്ന് ജീവിതത്തിൽ നിന്നും ജീവിത അശുദ്ധിയിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്ത വിധത്തിൽ കുടുങ്ങിപ്പോയ മക്കൾ ഇന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എത്രയോ മക്കൾ നമ്മുടെ സാക്ഷ്യമായിട്ട് ചുറ്റുപാടുമുണ്ട്. ദൈവം അനുവദിക്കാത്ത ചില ബന്ധങ്ങൾ ആരംഭിച്ചിട്ട് ഇന്ന് ആ ബന്ധങ്ങൾ തകർന്നു കിടക്കുന്ന, ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നു പോയ എത്രയോ സാക്ഷ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ സാക്ഷ്യത്തിലേക്ക് നോക്കാനാ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഈ ചുറ്റുപാടിലേക്ക് നോക്ക്. മദ്യപാനത്തിലൂടെയും ലഹരിയിലൂടെയും ദുശീലങ്ങളിലൂടെയൊക്കെ കടന്നുപോയി തകർന്നുപോയ എത്ര കുടുംബങ്ങൾ, സമാധാനമില്ലാത്ത എത്ര കുടുംബങ്ങൾ, രോഗം മൂലം മരിച്ചുപോയ എത്രയോ ജീവിതങ്ങൾ, ഇന്നും രോഗാവസ്ഥയിൽ കിടക്കുന്ന എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ചുറ്റുപാടിലേക്ക് ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്ന് എനിക്കും നിനക്ക് നോക്കാൻ പറ്റുന്നില്ല എന്ന് വചനം ചോദിക്കുകയാ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ വചനം ഇങ്ങനെ പറയുന്നത്, നമ്മുടെ പാപവും നമ്മുടെ ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമ്മൾ എന്തിനെക്കുറിച്ചൊന്ന് ഭാരപ്പെടുന്നത്? അച്ഛൻ, എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, എൻ്റെ മക്കൾ ഇങ്ങനെയാണ്, എനിക്ക് ഈ രോഗമാണ്, മാറാ രോഗമാണ്, തീരാ ദുഃഖമാണ്, മാറാ വ്യാധിയാണ്, ക്യാൻസറാണ്, ട്യൂമറാണ്, എൻ്റെ ശരീരം തളർന്നു പോയി അല്ലേ, എനിക്ക് ഉദരസംബന്ധമായ രോഗങ്ങളുണ്ട്, ഡോക്ടർ പറഞ്ഞു ഇനി ഒത്തിരി നാളൊന്നും ജീവിക്കില്ല. നമ്മൾക്കിങ്ങനെ നമ്മുടെ അവസ്ഥകളോർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളുടെയും നടുവിൽ ഭാരപ്പെടുന്നവരാ ഞാനും നിങ്ങളും. ചെറിയ പ്രശ്നം വരെ നമുക്ക് ഭാരമാ, ടെൻഷനാ, അസ്വസ്ഥതയാ, സമാധാനമില്ലച്ചോ, സ്വസ്ഥതയില്ലച്ചോ, ഉറങ്ങാൻ പറ്റുന്നില്ലച്ചോ, ഉറങ്ങിയിട്ട് തന്നെ എത്രയോ നാളുകളായി. മക്കളുടെ കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ സാമ്പത്തിക ഇഷ്യൂസ്, കുടുംബ ബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ആലോചിച്ച് സ്വസ്ഥതയില്ല, ഭാരമാ, ഒത്തിരി ഭാരം. പരിശുദ്ധാത്മാവ് പറയാ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ അതിലേക്ക് നോക്കിയിട്ട് നമ്മുടെ പാപവും നമ്മുടെ ഭാരവും നമുക്ക് നീക്കിക്കളയാം. ശരീരം തളർന്നുപോയ എത്രയോ പേര് ഇന്ന് ആത്മാവിൽ ബലം പ്രാപിച്ച് ജീവിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടും അല്ലേ? എത്രയോ പേര് ശരീരത്തിൽ രോഗങ്ങൾ വന്നിട്ട് അങ്ങേ അറ്റത്തായിട്ട് ക്യാൻസർ മൂലം മരിച്ചു പോകുമെന്ന് ഡോക്ടർ വിധി എഴുതിയിട്ട് ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ മാത്രമുള്ളൂ എന്ന് പറഞ്ഞിട്ടും എത്രയോ പേര് ആത്മാവിൽ ആനന്ദത്തോടെ ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടും ഇന്ന് സാക്ഷികളായിട്ടുണ്ട്. എന്തുകൊണ്ട് അവരിലേക്ക് നോക്കാൻ പറ്റുന്നില്ല? നമ്മൾ നോക്കുന്നത് രോഗമൊന്ന് തകർന്നു പോയവരിലേക്കാ, മനസ്സ് മരവിച്ചു പോയവരിലേക്കാ, ആത്മാവിന്റെ കൃപ ചോർന്നു പോയവരിലേക്കാ. അങ്ങനെയല്ല വചനം പറയും, ചോർന്നു പോകാത്തവരിലേക്ക് നോക്കണം. നമ്മൾ അങ്ങനെ നോക്കാൻ പഠിക്കണം. എനിക്കറിയാം, എൻ്റെ തന്നെ ഒരു ഡിസ്റ്റന്റ് അങ്കിള് ക്യാൻസർ മൂലം മരിക്കുന്നതിന് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി കണ്ടു. എന്തൊരു സന്തോഷമാണ്.
ജീവിത പങ്കാളി സൈഡിൽ നിന്ന് കരയുക. ഞങ്ങള് പറയാ, എൻ്റെ അച്ഛോ എനിക്ക് കരയാൻ തോന്നുന്നില്ല, എനിക്ക് സന്തോഷം, എന്നെ ദൈവം ഈ 10-60 വർഷക്കാലമെങ്കിലും ജീവിക്കാൻ അനുവദിച്ചില്ലേ. എത്രയോ പേര് അതിനേക്കാൾ മുമ്പ് മരിച്ചു പോകുന്നു. എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ആയി, അവരൊക്കെ വളർന്ന് വലുതായി. എൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഞാൻ ചെയ്തു, ഒന്നും ബാക്കി വെച്ചിട്ടില്ല, എല്ലാം ചെയ്തു തീർത്തു. സന്തോഷത്തോടെ അച്ഛോ ഞാൻ മരിക്കുന്നേ. അങ്ങനെ ആനന്ദത്തിൽ, സന്തോഷത്തിൽ ചില രോഗങ്ങളെ, ചില പ്രശ്നങ്ങളെ ഒക്കെ അതിജീവിച്ചവര് നമ്മുടെ ചുറ്റുപാടുമില്ലേ? അനേകം സാക്ഷികളായിട്ടില്ലേ? കാരിസ് ഭവന്റെ തന്നെ സ്ഥാപക ഡയറക്ടർ അച്ഛ മഞ്ഞാക്കളച്ഛനെ നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും. ഗില്ലൻ ബാരെ സിൻഡ്രോം എന്ന് പറയുന്ന രോഗം വന്ന് ശരീരം മുഴുവൻ തളർന്നു പോയ അച്ഛനാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കാരിസ് ഭവനിൽ വീൽ ചെയറിൽ വന്നിരുന്നിട്ടാണ് അച്ഛൻ കൺവെൻഷൻ നടത്തുന്നത്. വീൽ ചെയറിൽ ശരീരം തളർന്നിരിക്കുക, ശരീരം അനങ്ങില്ല. 2 പേര് വേണം പിടിച്ചു നിർത്താൻ, നടക്കാൻ പറ്റില്ല. വീൽ ചെയറിലാണ് വിദേശത്ത് നാട്ടിൽ കൊണ്ടുവന്ന്. അന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അച്ഛൻ അവിടെ നിന്ന് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ നാവിൽ നിന്ന് അവസാന വാക്കും ശ്വാസവും വരുന്നത് വരെ കർത്താവിൻ്റെ വചനം ഞാൻ പ്രഘോഷിക്കും. എൻ്റെ ശരീരം തളർന്നു പോയാലും ദൈവത്തിൻ്റെ വചനം ഞാൻ പ്രഘോഷിക്കും. അതൊരു സാക്ഷ്യമാണ്. ഇന്ന് ശരീരത്തിൽ ചില രോഗങ്ങൾ വരുമ്പോൾ ദൈവമേൽപ്പിച്ച ശുശ്രൂഷകളിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കുള്ളൊരു സാക്ഷ്യമല്ലേ അത്? ചെറിയ പ്രശ്നം വരുമ്പോൾ, ചെറിയ പ്രതിസന്ധി വരുമ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കാൻ പറ്റാതെ കർത്താവിൽ നിന്നും അകന്നു പോകുന്നവർക്കുള്ള വലിയൊരു സാക്ഷ്യമല്ലേ അത്? ഇവിടെ പുന്നത്രയിൽ നിന്നും വരുന്ന ഒരു സഹോദരനുണ്ട്. 16 വർഷമായിട്ട് വീൽ ചെയറിലായിരിക്കുന്നത്. ഇപ്പോൾ എന്തോ ഒരു കെട്ടിട പണി സംബന്ധിച്ച് എന്തോ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ എന്തോ മേത്ത് വീണ് ശരീരം തളർന്നു പോയി. ശാലോം ചാനലിലൊക്കെ വന്നൊരു സാക്ഷ്യം അത്. ആദ്യ വെള്ളിയാഴ്ച കഴിഞ്ഞ 10-16 വർഷമായിട്ട് കൈകൊണ്ട് വാഹനമോടിച്ച് കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഈ സഹോദരൻ സ്വന്തം സാക്ഷ്യം, ജീവിതത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കുക, വചനം പറഞ്ഞുകൊണ്ട് നടക്കുക. ശാലോമിൽ ഇത് കണ്ടിട്ട് ഈ പുന്നത്രയിൽ നിന്ന് വന്ന ഈ സഹോദരനെ ഞാൻ വിളിച്ച് കാരിസ് ഭവനിൽ സാക്ഷ്യം പറയാൻ കൊണ്ടുവന്നു. ഒരു ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ചകളിലും കാരിസ് ഭവനിൽ ഏകദിന കൺവെൻഷനുണ്ട്. ഒത്തിരി പേര് വരുന്നൊരു കൺവെൻഷനാണ്. ആ കൺവെൻഷനിൽ ഈ സഹോദരൻ ഞാൻ പറഞ്ഞു, ഒരു ശനിയാഴ്ച ഒന്ന് സാക്ഷ്യം പറയാൻ വരാമോ? ഈ സഹോദരൻ അവിടെ സ്റ്റേജിൽ കയറി നിന്ന് സാക്ഷ്യപ്പെടുത്തിയത് എങ്ങനെയാ? കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട്, 16-17 വർഷങ്ങളായിട്ട് ഏകദേശം 1,70,000 കിലോമീറ്റർ കൈകൊണ്ട് വാഹനമോടിച്ച് കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ എന്നെ സുഖപ്പെടുത്താതെ ബലപ്പെടുത്തിയ ദൈവത്തെ ഞാൻ പ്രഘോഷിക്കുന്നു. എന്നെ സുഖപ്പെടുത്താതെ ബലപ്പെടുത്തിയ ദൈവത്തെ ഞാൻ പ്രഘോഷിക്കുന്നു. ഉണ്ടോ? രോഗം മൂലം മനസ്സ് തളർന്നു പോകുന്നവരില്ലേ? ചെറിയ രോഗം വരുമ്പോഴേ എല്ലാം തീർന്നു എന്ന് പറയുന്നവരില്ലേ? പിന്നെ എല്ലാത്തിനും പരാതി, ദൈവത്തിനെതിരെ തിരിയുന്നു, ദൈവത്തോട് പരാതി, സഹോദരങ്ങളോട് പരാതി, നോക്കാൻ നിൽക്കുന്നവരോട് പരാതി, എല്ലാത്തിനോടും പരാതി പറഞ്ഞ് രോഗം മൂലം ആത്മാവ് പോലും നശിച്ചു പോകുന്നവരില്ലേ? ഗലാത്യർ 3:13 പറയുന്നത് പോലെ ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ അവസാനിപ്പിക്കുന്ന ഭോഷന്മാരില്ലേ? അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഇന്ന് തന്ന വചനം, എബ്രായ 12:1 മുതലുള്ള വചനങ്ങൾ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ എന്നെയും നിങ്ങളെയും ഇപ്പോൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരവും നമ്മുടെ പാപവും നമുക്ക് നീക്കിക്കളയാം. കണ്ണുയർത്തി ഒന്ന് നോക്കാൻ പഠിച്ചാൽ മാത്രം മതി. നമ്മുടെ കണ്ണുകളൊക്കെ താഴോട്ട് നോക്കാതെ കർത്താവിങ്കിലേക്ക് നോക്കുക. ചുറ്റുപാടും ഇന്ന് പ്രശ്നങ്ങളുടെ നടുവിലും സഹനത്തിൻ്റെ നടുവിലും തകർച്ചയുടെ നടുവിലും ഇന്നലകളിൽ പാപത്തിലൊക്കെ കടന്നുപോയിട്ട് ഇന്ന് ആത്മാവിൽ ബലമെടുത്ത് കരുത്തെടുത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് നോക്കാനും അത് പഠിക്കാനും ആ സാക്ഷ്യം പങ്കുപറ്റാനും നമുക്ക് പറ്റണം. എത്രയോ വിശുദ്ധരുണ്ട് സഭയിൽ പ്രിയപ്പെട്ടവരെ. എത്രയോ എല്ലാ ദിവസവും ഓരോ വിശുദ്ധരെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ശരിക്കും ആ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതിയല്ലോ. ഏകദേശം 1,05,00,000 വരുന്ന രക്തസാക്ഷികൾ സഭയിലുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതിയല്ലോ. ഇതിൽ കൂടുതൽ സാക്ഷ്യങ്ങൾ എന്താ വേണ്ടേ? വിശുദ്ധ ജീവിതം നയിച്ചവര്, കൃപയുള്ള ജീവിതം നയിച്ചവര്, സ്നേഹിക്കാൻ പഠിപ്പിച്ചവര്, വിശുദ്ധ ജീവിതം നയിക്കാൻ പഠിപ്പിച്ചവര്, ആത്മാവിൽ കൃപയുള്ള മനുഷ്യരെ പോലെ ജീവിച്ചവര്, ദൈവത്തോട് ചേർന്നിരുന്നവർ ഒത്തിരി പേരില്ലേ? അതുപോലെ ഒരു സാക്ഷ്യ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാം. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, നമ്മളിന്ന് കടന്നു പോകുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് ചുറ്റും ആത്മാവിൽ കൃപയുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് നോക്കി ഒരു ബലമെടുക്കാൻ,
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ സാക്ഷ്യം സ്വർഗം നമുക്ക് തന്നിട്ടുണ്ട്. യേശു ക്രിസ്തു. അവനിലേക്ക് നോക്കി സഹനങ്ങൾ, പീഡനങ്ങൾ, പ്രലോഭനങ്ങൾ, തകർച്ചകൾ, ഒറ്റപ്പെടലുകൾ, തിരസ്കരണങ്ങൾ, ഒറ്റിക്കൊടുക്കപ്പെടലുകൾ, ഇതിനൊക്കെ നടുവിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ഏറ്റവും വലിയ സാക്ഷ്യം സ്വർഗം സമ്മാനിച്ചതാണ്. ആ സാക്ഷ്യം നോക്കിക്കൊണ്ട്, ആ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് എല്ലാ ജീവിതത്തിൻ്റെ വേദനകളെയും ഈ അൾത്താരയോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ദിവ്യകാരുണ്യമായ ഈശോ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിമിഷം, നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെ ശക്തിപ്പെടുത്താൻ കരുത്തുള്ള കർത്താവ് നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും നമ്മുടെ പോരായ്മകളും നമ്മുടെ ഇല്ലായ്മകളിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം വചനത്തിലൂടെ നമ്മൾ കേട്ടു. ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്നലകളിൽ വീണുപോയവരുടെ സാക്ഷ്യങ്ങൾ, ഇന്നലകളിൽ തകർന്നു പോയവരുടെ സാക്ഷ്യങ്ങൾ, അതിനേക്കാൾ ഉപരി ഇന്നലകളിൽ പാപത്തിൽ കിടന്നവർ, അശുദ്ധിയിലായിരുന്നവർ ഇന്ന് വിശുദ്ധ ജീവിതത്തിൻ്റെ പടവുകൾ കയറിയ സാക്ഷ്യങ്ങൾ. എൻ്റെ തീരുമാനമാണ് ഏത് സാക്ഷ്യം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണമെന്നുള്ളത്. നമ്മുടെ കൺമുമ്പിൽ അത്രമാത്രം സാക്ഷ്യങ്ങളുണ്ട്. ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയ അനേക ജീവിത സാക്ഷ്യങ്ങളുടെ നടുവിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. വചനത്തിൽ നമ്മൾ കേട്ടു, നമുക്ക് ചുറ്റും അനേകം സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മുടെ പാപവും നമ്മുടെ ഭാരവും ഒക്കെ നമുക്ക് നീക്കിക്കളയാം. ഒത്തിരിയേറെ പാപത്തിൻ്റെ സ്വാധീനങ്ങൾ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. ഇന്നലകളിൽ പല പാപത്തിൻ്റെ അടിമത്തത്തിലും സ്വാധീനത്തിലും കഴിഞ്ഞവരാകാം നമ്മൾ. ഈ നിമിഷം, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുമ്പോൾ പല പാപത്തിൻ്റെ സ്വാധീനങ്ങളും ഇപ്പോൾ നമ്മൾ വേട്ടയാടുന്നുണ്ടാകാം. ഈശോ പറഞ്ഞില്ലേ, നമുക്ക് ചുറ്റും അനേകം സാക്ഷികളുടെ സമൂഹമുള്ളതിനാൽ നമ്മുടെ പാപത്തെ നമുക്ക് മാറ്റിക്കളയാം. ഇന്നലകളിൽ പാപത്തിൽ നിന്നും വിശുദ്ധ ജീവിതത്തിലേക്ക് വളർന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അനേകരുടെ വിശുദ്ധ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെ. ഇന്നലകളിൽ പല ഭാരങ്ങളും തകർച്ചകളും രോഗങ്ങളിലൂടെ കടന്നുപോയിട്ട് അതിൻ്റെ ഒക്കെ നടുവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി അനേകം സാക്ഷി ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുള്ളതിനാൽ നമ്മുടെ ഭാരവും നമ്മുടെ വേദനയും നമ്മളിപ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മുടെ തകർച്ചകളൊക്കെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഇപ്പോൾ ഈ നിമിഷം നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതിപ്പോൾ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ, പാപഭാരങ്ങൾ, കുറ്റബോധങ്ങൾ, മനസ്സിനെ വേദനിപ്പിക്കുന്ന ഇന്നലകളുടെ ഓർമ്മകൾ, ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ തകർച്ചകൾ, നൊമ്പരങ്ങൾ, കണ്ണുനീരുകൾ, പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്നുള്ള തോന്നലുകൾ എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാം. കർത്താവേ, ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളോട് ചേർത്ത് അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഈശോയെ, വീണുപോയിക്കൊണ്ടിരിക്കുന്ന മേഖലകൾ, കൂടെ കൂടെ വീണുപോകുന്ന സാഹചര്യങ്ങൾ, അതിൽ നിന്നൊക്കെ എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവെ അനേകരുടെ സാക്ഷ്യം ഞങ്ങളുടെ കൺമുമ്പിലുള്ളത് കണ്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വചനത്തിലൂടെ അങ്ങ് പറഞ്ഞല്ലോ, അങ്ങയെ കണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണം. ഇന്നലകളുടെ വേദനകളിലും നൊമ്പരങ്ങളിലും ഒറ്റപ്പെടലുകളിലും സഹനങ്ങളിലൊക്കെ ആത്മാവിൽ കരുത്തെടുത്ത് പിടിച്ചു നിന്ന കർത്താവെ, അങ്ങടുത്തെ സാന്നിധ്യത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ നിമിഷം നിരാശയിൽ കിടക്കുന്ന മക്കൾ, പാപത്തിൽ കിടക്കുന്ന മക്കൾ, കുറ്റബോധത്തിലായിരിക്കുന്ന മക്കൾ, എനിക്കിനി രക്ഷ
രക്ഷയില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ എല്ലാം തകർന്നു പോയി, എനിക്കിനൊരു ജീവിതമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും മക്കൾ ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ കർത്താവെ ഇപ്പോൾ തന്നെ അവരിൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഇപ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുറ്റബോധത്തിൽ നിന്നും വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിരാശകളിൽ നിന്നും വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മഹത്യാ ചിന്തകളിൽ നിന്നും വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രക്ഷയില്ല, എനിക്കിന് പുറത്തു വരാൻ പറ്റില്ല എന്നുള്ള മാനുഷികമായ പൈശാചികമായ ചിന്തകളിൽ നിന്നും പരിശുദ്ധാത്മാവെ ഇപ്പോൾ തന്നെ വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. അനേകരെ വിശുദ്ധരാക്കിയ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അനേകം പാപികളെ അനുതാപത്തിലേക്ക് നയിച്ച അതേ ആത്മാവ് എന്നിലും പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇന്നലകളിൽ തകർന്നുപോയ തകർക്കപ്പെട്ട അനുഭവങ്ങളുടെ നടുവിൽ ആത്മാവിൽ കരുത്തെടുത്ത ആത്മാവിൻ്റെ അതേ സാന്നിധ്യം കൊണ്ട് ഇപ്പോഴെന്നെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. ദിവ്യകാരുണ്യമായ ഈശോ നമ്മളെ ആശീർവദിക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ കർത്താവിൻ്റെ ഒരു സ്പർശനം ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം കൊടുത്തു പ്രാർത്ഥിക്കുക. നമ്മുടെ ബലഹീനതകളും പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ട്. വീണു പോകാൻ സാധ്യതയുണ്ട്. വീണു പോയിട്ടുള്ളവരാണ് നമ്മൾ. പക്ഷെ വീണെടുത്ത് കിടക്കേണ്ടവരല്ല നമ്മൾ. നമുക്കൊരു ദൈവമുണ്ട്, നമുക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്, നമുക്കൊരു ജീവിതത്തിന് വിലയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നടക്കാൻ, അവിടുത്തെ ഇഷ്ടമനുസരിച്ച് വ്യാപരിക്കാൻ, അനേകം വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ജീവിത മാതൃക മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ കർത്താവെ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ